ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് പ്രോഫിറ്റ് വോളിയം ഗ്രാഫ്. ബ്രേക്ക് ഈവൻ ചാർട്ട് നമ്മൾ പഠിച്ചു. ബ്രേക്ക് ഈവൻ ചാർട്ടിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ഫോമാണ് പ്രോഫിറ്റ് വോളിയം ഗ്രാഫ്. ബ്രേക്ക് ഈവൻ ചാർട്ടിൽ സെയിൽസ് വേണം, ടോട്ടൽ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പ്രോഫിറ്റും നമ്മൾ കണ്ടുപിടിക്കും ബ്രേക്ക് ഈവൻ പോയിന്റ് വെച്ച്. അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ മൊത്തത്തിൽ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വരും. കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് പ്രോഫിറ്റും സെയിൽസും മാത്രം എടുത്ത് ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കുന്ന ഒരു ഗ്രാഫാണ് പ്രോഫിറ്റ് വോളിയം ഗ്രാഫ്. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് സെയിൽസ്. ഓക്കെ, ഇതിൻ്റെ യൂസസ് നോക്കാം. ഫസ്റ്റ് തന്നെ ടു ഡിറ്റർമൈൻ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. ടു ഷോ ഇമ്പാക്റ്റ് ഓഫ് സെയിൽസ് ഓൺ പ്രോഫിറ്റ്, സെയിൽസ് മാറുന്നതനുസരിച്ച് പ്രോഫിറ്റിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ടു ഫോർകാസ്റ്റ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് റിസൾട്ടിങ് ഫ്രം ചേഞ്ചസ് ഇൻ സെയിൽസ് വോളിയം മാറുന്നതനുസരിച്ച് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതിലൂടെ ഇത്ര സെയിൽസ് നടത്തിയാൽ എത്ര പ്രോഫിറ്റ് കിട്ടും, ഇത്രയേ കോസ്റ്റ് ആവുള്ളൂ എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ചാർട്ട് സഹായിക്കുന്നു. ടു ഷോ ഡീവിയേഷൻസ് ഓഫ് ആക്ച്വൽ പ്രോഫിറ്റ് ഫ്രം ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്, രണ്ടിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ടും പ്രോഫിറ്റ് വോളിയം ഗ്രാഫ് സഹായിക്കുന്നു. ഇനി ലിമിറ്റേഷൻസ് ഓഫ് പ്രോഫിറ്റ് വോളിയം ചാർട്ട് നോക്കാം. പ്രോഫിറ്റ് വോളിയം ചാർട്ടിൻ്റെയും ബ്രേക്ക് ഈവൻ ചാർട്ടിൻ്റെയും ലിമിറ്റേഷൻസ് ഒന്ന് തന്നെയാണ്. ഞാൻ പോയിന്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതിൻ്റെ ലിമിറ്റേഷൻ, ഇത് ശരിക്കും അസംഷൻസ് ആണ്. ലിമിറ്റേഷൻസ് വരുമ്പോൾ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഓൾ കോസ്റ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഇൻറ്റു ഫിക്സഡ് ആൻഡ് വേരിയബിൾ എന്ന് എഴുതണം. ഓക്കെ, ഫസ്റ്റ് ലിമിറ്റേഷൻ എന്താണ്? എല്ലാ കോസ്റ്റിനെയും ഫിക്സഡ് ആൻഡ് വേരിയബിൾ എന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ബ്രേക്ക് ഈവൻ ചാർട്ട് അഥവാ പ്രോഫിറ്റ് വോളിയം ചാർട്ട് അസ്യൂം ചെയ്യുന്നത്. അത് കറക്റ്റ് അല്ല, സെമി വേരിയബിൾ കോസ്റ്റൊക്കെ ഉണ്ട്. അതുപോലെ ഫിക്സഡ് കോസ്റ്റ് വിൽ നോട്ട് ചേഞ്ച് വിത്ത് എനി ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് മാറിയാലൊന്നും, എത്ര ലെവൽ ഓഫ് ഔട്ട്പുട്ട് മാറിയാലും ഫിക്സഡ് കോസ്റ്റ് മാറത്തില്ല. ശരിക്കും അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ഒരു ദിവസം 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മുടെ മെഷീൻ്റെ ഇപ്പോഴത്തെ കപ്പാസിറ്റി. അത് മാറ്റി 15,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ മെഷീൻ അല്ലെങ്കിൽ മെഷീൻ്റെ കൂടിയ കപ്പാസിറ്റിയുള്ള മെഷീൻ വാങ്ങേണ്ടി വരും. അപ്പോൾ അവിടെ ഫിക്സഡ് കോസ്റ്റ് മാറും. സോ ഒരു ലെവലിന് മുകളിലോട്ട് ഔട്ട്പുട്ട് മാറിയാൽ ഫിക്സഡ് കോസ്റ്റ് മാറും. പക്ഷേ എന്താണ് PV ചാർട്ട് അസ്യൂം ചെയ്യുന്നത്? ഫിക്സഡ് കോസ്റ്റ് ഒരിക്കലും മാറില്ലെന്നാണ് അസ്യൂം ചെയ്യുന്നത്. അതൊരു ലിമിറ്റേഷനാണ്. മൂന്നാമത്തെ ലിമിറ്റേഷനാണ് ഇറ്റ് അസ്യൂംസ് ദാറ്റ് സെല്ലിംഗ് പ്രൈസ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. സെല്ലിംഗ് പ്രൈസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്നുള്ളൊരു അസംഷൻ ഉണ്ട്, അത് തെറ്റാണ്. നാലാമത്തെ ഒരു ലിമിറ്റേഷനാണ് ഇറ്റ് അസ്യൂംസ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഈക്വൽ യൂണിറ്റ് സോൾഡ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന മുഴുവനും വിൽക്കുവാണെന്നൊരു അസംഷൻ വരുന്നുണ്ട്, അത് തെറ്റാണ്. അടുത്ത നോ ചേഞ്ച് ഇൻ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയിൽ മാറ്റമില്ലെന്നൊരു അസംഷനുണ്ട്, അതും ശരിയല്ല. പിന്നെ ടെക്നോളജിയിൽ മാറ്റം വരില്ല, നോ ചേഞ്ച് ഇൻ ടെക്നോളജി, അതും ഒരു അൺറിയലിസ്റ്റിക് അസംഷനാണ്. നോ ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ മിക്സ് മാറത്തില്ലെന്നുള്ള അസംഷനും അൺറിയലിസ്റ്റിക് ആണ്. അതുപോലെ ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ക്യാപിറ്റൽ എംപ്ലോയിഡ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മേക്കിംഗ് മാനേജീരിയൽ ഡിസിഷൻ. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈ ഒരു കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് PV ചാർട്ട് അഥവാ ബ്രേക്ക് ഈവൻ ചാർട്ട് വെച്ച് മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റില്ല. ഇത്രയൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു ചാർട്ടിൻ്റെ ലിമിറ്റേഷൻസ്. ഇത്രയും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ചാർട്ട് വളരെ ഉപകാരപ്രദമാണ്. അപ്പം പ്രോഫിറ്റ് വോളിയം ഗ്രാഫ് വരയ്ക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ PV ഗ്രാഫ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് 60,000 ആണ്. അപ്പം നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്ത് വേണം? 0, 10,000, 20,000 അങ്ങനെ പല യൂണിറ്റ്സിൻ്റെയും കണ്ടുപിടിക്കണം. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 15, വേരിയബിൾ കോസ്റ്റ് 10, ഫിക്സഡ് കോസ്റ്റ് 1,50,000. ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് PV ഗ്രാഫ് വരച്ചിരിക്കുന്ന ഒരു പിക്ചറാണിത്. നമുക്ക് പേപ്പറിലോട്ട് ചെയ്യാം. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ വെച്ച് ഫസ്റ്റ് 0 യൂണിറ്റ്സ് വിൽക്കുമ്പോൾ എങ്ങനെയാണ്? 0 യൂണിറ്റ്സ് വിൽക്കുമ്പോൾ വേരിയബിൾ കോസ്റ്റ് 0 ആണ്. ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1,50,000. സോ ഫിക്സഡ് കോസ്റ്റ് 1,50,000 എഴുതി. അപ്പോൾ 0 സെയിൽസിൽ നിന്ന് 1,50,000 കുറയ്ക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ എന്താണ്? ലോസ് ആണ്, 1,50,000 ലോസ്. ഓക്കെ, സെക്കൻഡ് നമ്മൾ 10,000 യൂണിറ്റ്സ്, 60,000 ആണ് നമ്മുടെ ടോട്ടൽ സെയിൽസ്. അപ്പോൾ നമ്മൾ 10,000 യൂണിറ്റ്സ് ഫസ്റ്റ് വിൽക്കുവാണെന്ന് വെച്ചോ. അപ്പോൾ 10,000 യൂണിറ്റ്സ് വിൽക്കുമ്പോൾ സെല്ലിംഗ് പ്രൈസ് 15 തന്നിട്ടുണ്ട്. 10,000 ഇൻറ്റു 15, 1,50,000 സെയിൽസ് കിട്ടി. വേരിയബിൾ കോസ്റ്റ് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10,000 ഇൻറ്റു 10, 1,00,000. ഫിക്സഡ് കോസ്റ്റ് 1,50,000 തന്നെ. അപ്പം 1,50,000 സെയിൽസിൽ നിന്നും 1,00,000 പ്ലസ് 1,50,000, 2,50,000 ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും പ്രോഫിറ്റ്? ലോസ് 1,00,000 ലോസ് കിട്ടും. തേർഡ് കേസിൽ 20,000 യൂണിറ്റ്സ് വിൽക്കുവാണെങ്കിൽ 20,000 ഇൻറ്റു 15, 3 lakh സെയിൽസ് വരും.
വേരിയബിൾ കോസ്റ്റ് 20,000 ഇൻറ്റു 10 2 ലാക്ക് വരും. ഫിക്സഡ് കോസ്റ്റ് 1,50,000 തന്നെ. അപ്പം 3,50,000 3 ലാക്കിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 50,000 ലോസ്. ഫോർത്ത് കേസിൽ 30,000 യൂണിറ്റ്സ് ആണ്. 30,000 ഇൻറ്റു 15 4,50,000 സെയിൽസ്. 3 ലാക്ക് വേരിയബിൾ കോസ്റ്റും 1,50,000 ഫിക്സഡ് കോസ്റ്റും. അപ്പോൾ 4,50,000 നിന്ന് 4,50,000 തന്നെ കുറയ്ക്കുമ്പോൾ 0 ബ്രേക്ക് ഈവൻ പോയിൻ്റായി. അടുത്ത 6 ലാക്ക് സെയിൽസിൽ നിന്ന് 4 ലാക്ക് വേരിയബിൾ കോസ്റ്റ്, അതായത് 40,000 വിൽക്കുമ്പോൾ 40,000 ഇൻറ്റു 15 6 ലാക്ക്, 4 ലാക്ക് വേരിയബിൾ കോസ്റ്റ്, 1,50,000 ഫിക്സഡ് കോസ്റ്റ്. അങ്ങനെ വരുമ്പോൾ 50,000 പ്രോഫിറ്റ് വരും. ഓക്കെ, 6 ലാക്ക് മൈനസ് 5,50,000 50,000 പ്രോഫിറ്റ് വരും. ഈ ഡീറ്റെയിൽസ് നമുക്കിനി ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് വോളിയം ഗ്രാഫ്. സെയിൽസ് എക്സ് ആക്സിസിൽ റെക്കോർഡ് ചെയ്യും 1,50,000 3 ലാക്ക് 4,50,000 എന്ന് പറഞ്ഞ എക്സ് ആക്സിസിൽ റെക്കോർഡ് ചെയ്യും. പ്രോഫിറ്റ് വൈ ആക്സിസിൽ, ഇവിടെ പ്രോഫിറ്റ് മാത്രമല്ല ലോസും ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് വൈ ആക്സിസിലും റെക്കോർഡ് മാർക്ക് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ നമ്മുടെ സെയിൽസ് 0 ആയിരുന്നപ്പം എത്രയായിരുന്നു ലോസ്? 1,50,000 ആയിരുന്നു ലോസ്. ഇപ്പോൾ 0ക്ക് താഴോട്ടുള്ളതാണ് ലോസ്. 1,50,000 ഫസ്റ്റ് ഇയർ മാർക്ക് ചെയ്തു. ഓക്കെ, സെക്കൻഡ് 1,50,000 സെയിൽസ് വന്നപ്പോൾ എത്രയായിരുന്നു ലോസ്? 1 ലാക്ക് ആയിരുന്നു. ഓക്കെ, 1,50,000 സെയിൽസ് വന്നപ്പം 1 ലാക്ക് ആയിരുന്നു ലോസ്. സോ 1,50,000 നേരെ വരുന്ന 1 ലാക്ക് മാർക്ക് ചെയ്യുക, ലോസ് മാർക്ക് ചെയ്യുക. തേർഡ് കേസിൽ 3 ലാക്ക് സെയിൽസ് നടന്നപ്പം 50,000 ആയിരുന്നു ലോസ്. സോ 3 ലാക്കിൻ്റെ നേരെ വരുന്ന 50,000 മാർക്ക് ചെയ്യാം. ഫോർത്ത് 4,50,000 സെയിൽസ് നടന്നപ്പോൾ 4,50,000 സെയിൽസ് നടന്നപ്പോൾ 0 ആയിരുന്നു പ്രോഫിറ്റ്. സോ 0യുടെ നേരെ 4,50,000 മാർക്ക് ചെയ്യാം. അടുത്ത 6 ലാക്ക് സെയിൽസ് നടന്നപ്പോൾ 50,000 ആയിരുന്നു പ്രോഫിറ്റ്. സോ 50,000 മാർക്ക് ചെയ്യുക. അടുത്തത് 7,50,000 സെയിൽസ് നടന്നപ്പം 1 ലാക്കാണ് പ്രോഫിറ്റ്. സോ 1 ലാക്കിൻ്റെ നേരെ മാർക്ക് ചെയ്യുക. 9 ലാക്ക് വരുന്നപ്പോഴോ 1,50,000 ആണ് പ്രോഫിറ്റ്. സോ 1,50,000 നേരെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു ഗ്രാഫ് വരയ്ക്കാം. നമ്മുടെ പ്രോഫിറ്റ് വോളിയം ഗ്രാഫായി. ബ്രേക്ക് ഈവൻ പോയിൻ്റ് നമ്മൾ കണ്ടുപിടിച്ചു. പ്രോഫിറ്റ് നമ്മൾ പല എമൗണ്ടിലെ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. ഇനി ബ്രേക്ക് ഈവൻ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ഈ പ്രോഫിറ്റ് ഉണ്ടല്ലോ, ഓക്കെ, ഈ പ്രോഫിറ്റ് കിട്ടുന്ന ഇത്രയും സെയിൽസാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ബ്രേക്ക് ഈവൻ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള സെയിൽസാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ PV ചാർട്ട് കഴിഞ്ഞു. ഇത്രയോട് സിമ്പിളാണ്, സിമ്പിളായിട്ടുള്ളതാണ്, പക്ഷേ എക്സാമിന് ചോദിക്കുന്നതുമാണ്. എല്ലാവരും ഒന്ന് പഠിച്ചിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.